ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമകനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സെയ്ദ് റളിയല്ലാഹു അൻഹു തലാഖ് ചൊല്ലിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. അത് സാധാരണ വിവാഹം പോലെ പിതാക്കൾ മുഖേന വിവാഹം നടന്നതല്ല, അല്ലാഹു പ്രത്യേകമായി വിവാഹം ചെയ്തു കൊടുത്തതാണ്. പരിശുദ്ധ ഖുർആനിൽ സവ്വജ്നാകഹ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു വിവാഹം ചെയ്തു കൊടുത്തതാണ്. ആ സംഭവത്തെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് സൂറത്തുൽ അഹ്സാബിൽ ആ സംഭവം വിവരിക്കുന്നുണ്ട്. ആ വിവരിക്കുന്ന സ്ഥലത്തു നിന്ന് മൗലവി അതാ TK അബ്ദുള്ള മൗലവിയുടെ ഖുർആൻ പരിഭാഷ എടുത്തിട്ട് വായിച്ചിട്ട് പറയുന്നതൊന്ന്, അയാളെ വകയിൽ കൂട്ടിച്ചേർത്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മറ്റൊന്ന്. അതാണ് നിങ്ങൾക്കിനി കേൾപ്പിക്കാൻ പോകുന്നത്. മൗലവിയുടെ തോന്നിവാസം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. ശരിക്കും കേട്ടോ, മൗലവി എന്താ പറഞ്ഞത്? TK അബ്ദുള്ള മൗലവി എഴുതിയിട്ടുണ്ടോ? ഖുർആൻ പരിഭാഷയാണ്, ജലാലൈന്റെ പരിഭാഷയാണ്. പരിഭാഷ വാസ്തവത്തിൽ ഞാൻ ഒരു പരിഭാഷനെ അംഗീകരിക്കാത്ത ആളാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാ. എന്നാൽ എന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട ആവശ്യം തന്നെയില്ല. എന്നാലും ഞാൻ പറയാം, ഒരാൾ കള്ളം പറയാൻ പാടില്ല. എന്താ പറഞ്ഞെന്നിട്ട് മൗലവി പറയുന്നു കേട്ടോളി. ആദ്യം പറഞ്ഞത് സെയ്ദിന്റെ ഭാര്യയോട് സ്നേഹം തോന്നിയെന്നും സെയ്ദ് ത്വലാഖ് ചൊല്ലിയാൽ തനിക്ക് വിവാഹം കഴിക്കാമായിരുന്നുവെന്നും എഴുതി വിട്ടില്ലേ? അങ്ങനെ എഴുതി വിട്ടിട്ടില്ല. ശരിക്ക് ശ്രദ്ധിച്ചു വെച്ചോ. സ്നേഹം തോന്നി എന്ന് നിങ്ങൾക്കതിൽ കാണാൻ സാധ്യമല്ല. വിവാഹം കഴിക്കാമായിരുന്നു എന്ന് അതിൽ കാണാൻ സാധ്യമല്ല. ആ രണ്ട് വാചകവും മൗലവി പച്ചക്കള്ളം TKയുടെ പേരിൽ എടുത്തു പറഞ്ഞതാണ്. ഇനി ഒരു കള്ളത്തരം കൂടി മൗലവി പറയുന്നുണ്ട്, അതും കൂടി ഒന്നും കേൾക്കട്ടെ. പുതിയാപ്പിളയായ സെയ്ദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു എന്ന് ഇവർ എഴുതി വിട്ടിട്ടില്ലേ? എഴുതി വിട്ടിട്ടില്ല.